ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വില്ല വരുന്നത് ഇൻഫോ പാർക്കിന് അടുത്തായിട്ടാണ്. ഒരു മനോഹരമായിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത്. അയാൾ ഒരേ ഡിസൈനിൽ പണിതിരിക്കുന്ന കുറെ വീടുകളുണ്ട്. ഈ വീടുകളെല്ലാം സോൾഡ് ഔട്ട് ആണ്. ഒരു വീട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡ് ഈ കാണുന്നതാണ്. ഏകദേശം ഒരു 7 മീറ്ററെങ്കിലും വീതിയുള്ള റോഡാണ് വരുന്നത്. അപ്പോൾ റോഡ് തന്നെയാണ് ഹൈലൈറ്റ് ഈ വീടിന്റെ. പിന്നെ ഇൻഫോ പാർക്കിലേക്ക് വരുന്നത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന വീട് ആ കോർണർ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ്. ലാസ്റ്റ് വീടാണ്. 5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ സ്റ്റൈലും കോണ്ടംപററി ഡിസൈനും കൂടിയ ഒരു എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിന്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിന് അടിയിലായി ബോക്സ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയും ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നു. അതിനുള്ളിലൊക്കെ ആയിട്ട് ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. തേക്കൂട്ടിലാണ് ഫ്രണ്ട് ഏരിയ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ജാളികൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് വരുമ്പോൾ അതിന്റെ ബാൽക്കണിയാണ് വരുന്നത്. താഴെ കാർ പോർച്ച് വരുന്നു, പിന്നെ സിറ്റ് ഔട്ടും. അത്രയാണ് വീടിന്റെ എലിവേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മതിലാണിത്. മതിലിൽ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ്. മോൾ ഭാഗത്തായിട്ട് ഡിസൈൻ വർക്കായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു ഗ്രേ കളറിനോട് സാമ്യമുള്ള പെയിന്റിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വീട് ഒരു കോർണർ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 വാഹനങ്ങൾ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം. ഒരു വാഹനം വേണമെങ്കിൽ പുറത്തും പാർക്ക് ചെയ്യാവുന്ന സൗകര്യം കൂടി നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഗേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡിങ് ഗേറ്റ് ആണ്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റ്. ഈ ഭാഗത്ത് സ്ലൈഡിംഗ് ആണ്, ഈ ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. നാച്ചുറൽ സ്റ്റോൺ ആണ്, ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. വലിയ കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് കാർ പോർച്ചിൽ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ്. പുറകിൽ നമുക്ക് ജനൽ കാണാം. അതെല്ലാം മനോഹരമായ ഡിസൈനാണ് ജനലിന് നൽകിയിരിക്കുന്നത്. സാധാരണ വീടുകളുടെ ഡിസൈൻ അല്ല, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും നല്ല വീതിയിൽ ഏകദേശം ഒരു 4 മീറ്ററെങ്കിലും ഇവിടെ വീതിയുണ്ട്. അവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ 2x2 വീടിന്റെ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നല്ല വീതിയുള്ള സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെയും കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു മാംഗോ ട്രീ നൽകിയിട്ടുണ്ട്. ചെറിയൊരു മാവിന്റെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല എല്ലാം കലാത്തിയ പ്ലാന്റ്സ് എല്ലാം വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ ക്ലാഡിംഗ് സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. ആ ജനൽ ഇവിടെയും വരുന്നുണ്ട്. വീടിന്റെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഏകദേശം 1 മീറ്ററോളം സ്പേസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. നമുക്ക് നടക്കുന്നതിന് വേണ്ടി കടപ്പ കല്ലുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ പുറകിൽ കൂടി നോക്കാം. പുറകിലും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വീടാണിത്. 5 സെന്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഫ്രണ്ടിലും പുറകിലും ഒക്കെ ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേസ് കൊടുത്തിരിക്കുന്നു. വീടിന് ഇരുവശത്തും അത്യാവശ്യം സ്പേസ് ലഭ്യമാകുന്നു. നമ്മൾ ഒരു വശത്തുള്ള സ്പേസ് കണ്ടു. ഇനി ഈ ഭാഗത്ത് കാർ പോർച്ചിന്റെ സൈഡിലായിട്ട് കൂടി നമുക്ക് ഏകദേശം 1 മീറ്റർ സ്പേസ് അവൈലബിൾ ആണ്. അതുകൂടി നമുക്ക് കാണാം. ഇവിടെയും അതുപോലെ തന്നെ കടപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വീടിന്റെ പുറത്തുള്ള വിശേഷങ്ങൾ. വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. ഇവിടുന്നാണ് സിറ്റ് ഔട്ട്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഏകദേശം നല്ല വീതിയുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഡോറ്. വലിയ മെയിൻ ഡോറ്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ വരുന്നത്. അതിന്റെ കട്ടലുകളെല്ലാം തേക്കൂട്ടിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ ഒരു ഹാൻഡില്, മനോഹരമായിട്ടുള്ള ബ്ലാക്ക് കളറിൽ ഹാൻഡിലും നൽകിയിരിക്കുന്നത്. കയറ് വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയാണ്. ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ അറിയാം, നല്ല ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫോൾ സീലിംഗിന് പകരം അവിടെ സീലിംഗിൽ തന്നെ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ, ആ ഫ്രണ്ട് ഡിസൈനിന്റെ അതുപോലെ തന്നെ ഉള്ള ഒരു ജനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ആ ജനൽ നമ്മൾ കാർ പോർച്ചിന്റെ പുറകിലായിട്ട് കണ്ട ജനൽ കൊടുത്തിരിക്കുന്നു. ഫ്ലോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വലിയ ടൈലുകൾ, കാർവിംഗ് സീരീസിൽ വരുന്ന മനോഹരമായിട്ടുള്ള ടൈലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ
ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള പോർഷൻ വരുന്നത്. താഴെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും നമുക്ക് ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ സിമെന്റ് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് അതിൽ ഗോൾഡൻ സ്ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വാൾ ലൈറ്റും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ലിവിംഗ് ഏരിയയുടെ വിശേഷം. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇതാണ് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന വഴി. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നു. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകളാണ് എടുത്തു പറയേണ്ട കാര്യം. നല്ല മനോഹരമായിട്ടുള്ള ടൈല് തന്നെയാണ് ഈ വീട്ടിൽ വരുന്നത്. പുതിയ മോഡേൺ ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. ഇവിടെ ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ജാഗ്വാറിൻ്റെതാണ് വാഷ് കൗണ്ടറിൽ വരുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ. ടാപ്പും അത് തന്നെയാണ് വരുന്നത്. ഇവിടെ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്കും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് ആയിട്ട് ചെറിയ രീതിയിലുള്ള ഫോൾ സീലിംഗ് നമുക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാം. മനോഹരമായിട്ടുള്ള വാൾ ലൈറ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം ലെഗ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് വരുമ്പോൾ നേരെ നമുക്ക് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, എഡിസൺ ബൾബൊക്കെ കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ എൽ ഷേപ്പിലാണ് കിച്ചൺ വരുന്നത്. മുകളിൽ ഫുൾ ബോഡി ടൈലാണ്, നാനോ വൈറ്റിന്റെ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം വരുന്നുണ്ട്. ഇവിടെയും എല്ലാമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. താഴെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കൊടുത്തത്. സ്റ്റീലിന് പകരം ഒരു ബ്ലാക്ക് കളറിലുള്ള പൗഡർ കോട്ടിങ് ചെയ്ത ഒരു ഹാൻഡിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിനാണ് വരുന്നത്. സെറയുടെ ടാപ്പുകളും കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പുറകുവശം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനുള്ള സ്പേസ് കൂടി ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതുപോലുള്ള വീടിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നേരത്തെ തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി. ഇപ്പൊ പുതിയ വീട് വന്നിരിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂമിലും സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് വരുന്നത്. എന്റെ സൈഡിലായിട്ട് നോക്കിയാൽ അറിയാം, വലിയ ജനലുകളാണ് വരുന്നത്. ജനലുകൾക്കെല്ലാം ഇവിടെ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ടില് നമ്മൾ കലാത്തിയ പ്ലാന്റിന്റെ മുകളിൽ കണ്ട ഒരു ജനലാണ്. ഇത് വാർഡ്രോബ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. മൾട്ടിവുഡ് ആണ്. മുകളിൽ ലാമിനേഷൻ ഷീറ്റ്, PVC ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയും ഒക്കെ ആയിട്ട് ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബെഡ്റൂമിന്റെ ഫോൾ സീലിംഗ് വർക്കാണ്. ഫോൾ സീലിംഗ് വർക്ക് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ പുതിയ വീടുകൾക്കെല്ലാം വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമിനും അവൈലബിൾ ആണ്. ബാത്റൂം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. മാറ്റ് ഫേസ് ഉള്ള വാൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറകിലായിട്ട് എക്സോസ്റ്റ് ഫാനിന്റെ പോയിന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ. ഇവിടെ ഒരു ഹാൻഡ് ഷവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു റെയിൻ ഷവർ മുകളിലും കൊടുത്തിട്ടുണ്ട്. എല്ലാം ജാഗ്വാറിന്റേതാണ് ഫിറ്റിംഗ്സ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ആണ് വരുന്നത്. സെന്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. ഇവിടെ അതിന്റെ ടാങ്കും അതിന്റെ സ്വിച്ചുകളും എല്ലാം വരുന്നു. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിൻ, ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മിററും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഡോറ് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ബാത്റൂമിന്റെ ഡോറ് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ബെഡ്റൂമിന്റെ വിശേഷം. നമുക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂം രണ്ടും ഏകദേശം സെയിം വലിപ്പം തന്നെയാണ്. നോക്കിയാൽ അറിയാം, നമുക്ക് ഏകദേശം സെയിം വലിപ്പം തന്നെയാണ് ബെഡ്റൂമിന് വരുന്നത്. ഇതിന്റെ പുറകിലായിട്ട് ഒരു 3 പാളി ജനല് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെ തന്നെയാണ്. നേരത്തെ കണ്ട വാർഡ്രോബിന്റെ ആയിട്ട് സെയിം തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. PVC ലാമിനേഷൻ ഫ്രണ്ടിലും വുഡൻ ഡിസൈൻ സൈഡിലുമായിട്ട് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ചെറിയ ഫോൾ സീലിംഗ് വർക്ക്, സിമ്പിൾ ആയിട്ടുള്ള വർക്ക് അവിടെയും വരുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി അവൈലബിൾ ആണ്. അവിടെ ആദ്യത്തെ ബെഡ്റൂമിൽ അത് കണ്ടില്ല. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ അവൈലബിൾ ആണ്. കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. 2 ബാത്റൂം ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ്.
ഫിറ്റിംഗ്സുകളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. വാൾ ടൈലുകളെല്ലാം മാറ്റ് ഫിനിഷ് ഉള്ള വാൾ ടൈലും റെയിൻ ഷവറും ഹാൻഡ് ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററിന്റെ സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്ത ഒരു പ്രീമിയം ലുക്കിലുള്ള ബാത്റൂമാണ് ഈ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അതിനു മുമ്പ് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ലപ്പോത്ര ഗ്രാനൈറ്റ്, സിറ്റ് ഔട്ടിൽ വിരിച്ച ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇൻവെർട്ടറിന്റെ സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വുഡും MS ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. തേക്കുണ്ടാണ് ഹാൻഡ് റെയിൽ വരുന്നത്. MS-ലാണ് ഇതിന്റെ അഴികളെല്ലാം കൊടുത്തിരിക്കുന്നത്. നേരെ കയറി മുകളിലേക്ക് നോക്കുമ്പോൾ ടഫൺ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു പോർഷൻ കാണാം. അവിടെ നിന്ന് നല്ല ലൈറ്റ് നമുക്ക് വീടിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. കയറി വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് വേണമെങ്കിൽ ഒരു എൽ ഷേപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പിലായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ വരുന്നു. ഇവിടെ സാധാരണ ജനൽ പോലെയുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ കാണാം ഒരു ചെറിയ TV യൂണിറ്റ് ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗിലേക്ക് നോക്കിയാൽ നല്ല രീതിയിലുള്ള ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി സ്പേസിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകാം മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക്. താഴത്ത് രണ്ടാമത് കണ്ട ബെഡ്റൂമിന്റെ എക്സാക്ട് സെയിം സ്പേസ് തന്നെയാണ് ഈ വീട്ടിൽ. അതിന്റെ എക്സാക്ട് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം. ഇത് വാർഡ്രോബാണ്. സെയിം തന്നെ, വേറെ ഡിസൈനിലൊന്നും വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഫോൾ സീലിംഗും അതേ ഡിസൈൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയയും ഉണ്ട്, സെയിം പാറ്റേൺ തന്നെ. അതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ബാത്റൂം. ബാത്റൂമും സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ബാക്കിയെല്ലാം നേരത്തെ കണ്ട ആ പ്രീമിയം ലുക്കിലുള്ള ബാത്റൂം പോലെ തന്നെ. ഇനി നമ്മൾ പോകുന്നത് 4-മത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇത് ഈ മുകളിലുള്ള അപ്പർ ലിവിംഗ് സ്പേസിനോട് ചേർന്നുള്ള TV യൂണിറ്റിന്റെ അടുത്ത് തന്നെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെയാണ് ബാത്റൂം കണ്ടിട്ട് നമുക്ക് ബെഡ്റൂം കാണാം. ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം. ആ സെയിം ടൈപ്പ് ടൈലുകളും എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ പക്ഷെ ഹാൻഡ് ഷവർ ഇല്ല എന്ന് മാത്രം. താഴത്തെ 2 ബെഡ്റൂമിലാണ് ഹാൻഡ് ഷവർ വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് ഇവിടെയാണ് വരുന്നത്. എക്സാക്ട് സെയിം തന്നെയാണ് വാർഡ്രോബും. നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാർഡ്രോബുകളാണ് വരുന്നത്. ഇവിടെ 2 ജനല്, അവിടെ 2 ജനലുകൾ സൈഡിലുള്ളത് വരുന്നുണ്ട്. ഫോൾ സീലിംഗിനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിനും ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 200 മീറ്റർ മാത്രമാണ് അകലം. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള വീടാണ്. ഇനി ഈ ഒരു വീട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നല്ല കവേർഡ് സ്പേസ് ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഇവിടെ വാഷിംഗ് മെഷീന്റെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗ്രില്ല് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിന് ഈ ഗോവണിയാണ് ഉപയോഗിക്കുന്നത്. അത് MS-ലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കാക്കനാടിനടുത്ത് ഇൻഫോ പാർക്കിനടുത്ത് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു 3-4 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ വീടാണ്. നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല റോഡുകളെല്ലാം നല്ല വിടുത്തുള്ളതാണ് വരുന്നത്. ഏകദേശം ഇന്റേണൽ റോഡുകൾ പോലും നമുക്ക് 7 മീറ്ററെങ്കിലും വിടുത്തുള്ളതായിരിക്കണം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മറ്റേ ലിവിംഗ് സ്പേസിന്റെ മുകളിലുള്ള സ്പേസിലാണ്. ഇതാണ് ആ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയ. ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോർ ഇതാണ്. നേരെ നോക്കുമ്പോൾ ജാലികൾ നമുക്ക് കാണാം. ഇതാണ് ബാൽക്കണി. നല്ല നീളത്തിലുള്ള ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയയിലാണ്. ലിവിംഗ് സ്പേസിന്റെ എക്സാക്ട് മുകളിൽ ഇവിടെയാണ് ഡബിൾ ഹൈറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇത്. നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം. ഇവിടെ ജാലികൾ, സിമന്റ് ജാലികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നീളത്തിലാണ് ഈ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമുക്കൊരു 3 പാളി ജനല് കൊടുത്തിട്ടുണ്ട്.
നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഏകദേശം ഒരേപോലെയുള്ള ഒരു 6 വീടുകളാണ് ഇവിടെ വരുന്നത്. ഡിഫറെന്റ് എലിവേഷനിലുള്ള വീടുകളും അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല റോഡ് നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല വിടുത്തുള്ള റോഡും ഇവിടെ ചെയ്തിരിക്കുന്നു. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഇൻഫോ പാർക്കിലേക്ക് വളരെ അടുത്താണ് വരുന്നത്. കാക്കനാടിലേക്കും വളരെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. അപ്പോൾ ഈ വീടിന്റെ വിലയാണ് 5 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂമുകൾ, നല്ല പ്രീമിയം ലുക്കിലും ക്വാളിറ്റിയിലും ചെയ്തിരിക്കുന്ന വീടുകളാണ്. ഈ വീടിന്റെ വില 1,35,00,000 രൂപയാണ്, പക്ഷെ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.